നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. അതായത് വയനാട് ദുരിതാശ്വാസം, അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് സ്ഥലം കണ്ടെത്തി. അപ്പം അതിലെ കുറച്ച് പോരായ്മകളെ കുറിച്ചും അല്ലെങ്കിൽ കണ്ടെത്തിയ സ്ഥലത്തിന്റെ അപകടങ്ങളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അപ്പം ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന വന്യമൃഗ ശല്യമുള്ള ഒരു സ്ഥലമാണ്, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷേ ഷാഫി പറമ്പലിൻ്റെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പലിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷാഫി നിഷേധിച്ചിട്ടുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളുള്ള എന്തോ റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലം മാത്രമുള്ള 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്താണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫ്ലാറ്റുകളും മറ്റു വീടുകളും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു അവകാശവാദം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഇത് CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ CPM പ്രവർത്തകർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു പ്രചരണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സത്യമാണോ അത്? ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കോൺഗ്രസ് ഇത് വരുത്തണം, വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കരുതാം, നമുക്ക് പ്രൈം ഓഫീസിൽ അങ്ങനെ തന്നെ വേണമല്ലോ നമുക്ക് കരുതാൻ. ഇതിൽ ഈ സ്ഥലം ഏറ്റെടുത്തതുമായി ഡോക്യുമെന്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് സംശയമാണ്. സ്ഥലം വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ നടന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതൊരു വാക്ക് തർക്കത്തിന് വേണ്ടി പറയുന്നതല്ല. അതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് പുറത്തു വിടണം. അതായത് ഇതാണ് ഞങ്ങൾ കോൺഗ്രസ് വാങ്ങിയിരിക്കുന്ന ഭൂമിയാണിത്, അതിന് ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് ചെലവായി, അത് 3.5 ഏക്കറോളം വരുന്ന ഭൂമിയാണ്. ആ ഭൂമി കാപ്പിത്തോട്ടം നിറഞ്ഞു നിൽക്കുന്ന തൊഴിലാളികളെല്ലാം വന്യജീവി സംഘർഷത്തെ തുടർന്ന് അവിടെ ഇട്ടിട്ട് പോയ ഒരു പ്രദേശം തന്നെയാണ് അത്. ഇതിനു മുമ്പ് ഞാൻ ആനയിറങ്ങൽ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്യുമെന്റുകൾ കോൺഗ്രസ് പുറത്തുവിടേണ്ടതാണ്. അതിനകത്ത് എന്തുകൊണ്ട് ഡോക്യുമെന്റ്സ് പുറത്തുവിടണമെന്ന് പറഞ്ഞത്, 3.5 ഏക്കർ ഭൂമിക്ക് അവിടെ എത്ര രൂപയ്ക്കാണ് ഈ ഭൂമി വാങ്ങിയത് എന്നുള്ളത് ജനങ്ങൾ അറിയണം. കോടിക്കണക്കിന് രൂപയാണോ ഇനി അതിൽ ലക്ഷങ്ങളാണോ കൊടുത്തിരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? ഇതിന്റെ പേരിൽ ആരെങ്കിലും, കോൺഗ്രസ്സുകാർ പൊതുവെ കമ്മീഷൻ താരങ്ങളാണല്ലോ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, അപ്പം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ ഇതിന്റെ പിന്നിൽ പോയിട്ടുണ്ടോ തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കാര്യം ജനങ്ങൾ ഉൾപ്പെടെ പിരിവ് കൊടുത്തിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു പരിപാടി അവിടെ പദ്ധതി ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ പണം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വിടണം. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം 451 വീടുകളാണ് ശരിക്കും ആ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടത്. അവിടെയുള്ള ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും പേരാണുള്ളത്. അതിൽ കുറച്ച് പേര്, കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നത് 102 പേരോളം അവിടെ നിന്ന് അവർക്ക് വീട് വേണ്ട, ഈ സർക്കാരിന്റെ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് വീട് വേണ്ട, ഞങ്ങൾ വേറെ വീട് വെച്ച് താമസിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെർ കുടുംബം എന്നുള്ള നിലയിൽ, പെർ ഫാമിലി എന്നുള്ള നിലയിൽ 15 ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാർ കൊടുക്കുകയും ചെയ്തിട്ടാണ് അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അല്ലാതെ അവർ പുറത്താക്കിയതല്ല, സർക്കാർ അത്രയും പൈസ കൊടുത്തുകൊണ്ട് അവരെ പുറത്താക്കിയതല്ല, അവർ സ്വയമേവ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ സ്ഥലം വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തനിയെ പുറത്തായതാണ്. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 400 ചില്ലുവാനും വീടിന്റെ ആവശ്യം അവിടെ ഉള്ളൂ. സർക്കാർ അത്രയും വീട്, 400ഓളം വീടുകൾ സർക്കാർ അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവിടെ വീട് വെച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട് ജമാഅത്തായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നുള്ള ജമാഅത്തുൽ ഉലമ അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഘടന, തമിഴ് സംഘടന അവിടെ വീട് വെക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജുമാ മസ്ജിദ് അവരവിടെ വീട് വെക്കുന്നുണ്ട്. അത് കുറച്ച് നമ്പേഴ്സ് കുറച്ച് മാത്രമാണെങ്കിൽ തന്നെയും വീടുകൾ പലതും വെക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 500-ലധികം വീടുകളുടെ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. 560ഓളം വരുന്ന വീടുകളുടെ അല്ലെങ്കിൽ 600ഓളം വരുന്ന വീടുകളുടെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ ധാരാളമായി വയനാട്ടിൽ ഇപ്പോൾ ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇപ്പൊ തന്നെ 200-ലധികം വീടുകൾ, 237ഓളം വീടുകളുടെ കോൺക്രീറ്റ് സംസ്ഥാന സർക്കാർ നടത്തി കഴിയുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഒരു സവിശേഷ സാഹചര്യത്തിൽ കോൺഗ്രസ് എത്ര വീടുകൾ വെക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ യാതൊരു രൂപരേഖയും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. ഒരു സ്ഥലം ഏറ്റെടുക്കുകയും അവിടെ മറ്റേ മെഷീനുമായിട്ട്, കട്ടിംഗ് മെഷീനും ഒക്കെ ആയിട്ട് എന്നിട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, കാപ്പിത്തോട്ടങ്ങൾ വെട്ടിമുറിക്കുന്നു, അല്ല. അത് ഒന്നാമത് ഈ പറയുന്ന വന്യജീവി സംഘർഷം കാരണം അത് പല തൊഴിലാളികൾ ഉപേക്ഷിച്ചു പോയതാണ്. അവിടെ പ്രത്യേകിച്ച് ഇനിയിപ്പം പിന്നെ അതിനോടൊപ്പം ചേർന്നൊരു ചെക്ക് ഡാം ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടിയുള്ള ഒരു പ്രദേശമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്.
ഈ രണ്ടിലധികം ആളുകൾ, എനിക്ക് തോന്നുന്നു 2-3 ആളുകളെ അവിടെ കാട്ടാന ചവിട്ടി കൊന്നിട്ടുണ്ട് ആ പ്രദേശത്ത്. ഇതപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു ശരിയായ ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഭൂമി ഏറ്റെടുത്തോട്ടെ, എന്തിനാണ് നുണപ്രചരണം, CPM-ന്റെ നേതൃത്വത്തിൽ നുണപ്രചരണം നടത്തുന്നതാണ് ചോദിക്കുന്നത്. CPM നുണപ്രചരണം അല്ല നടത്തുന്നത്, അവിടെയുള്ള ആളുകൾ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവിടെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ആ ഭൂമി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതാണ്. തന്നെയുമല്ല, അവിടെ വന്യജീവി സംഘർഷ ഭൂമിയാണ്, വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട്, ചെക്ക് ഡാം ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്നെയല്ല, ഈ പറയുന്ന ദൂരത്തേക്ക് യാത്ര ചെയ്ത് ആൾക്കാർക്ക് എത്താനും പറ്റുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഇല്ല. എന്ന് വെച്ചാൽ മതിയായ വാഹന സൗകര്യങ്ങളോ സഞ്ചാര സൗകര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവിടെ ഈ 3.5 ഏക്കറിൽ ടൗൺഷിപ്പ് 100 വീടുകൾക്കുള്ള ടൗൺഷിപ്പ് പദ്ധതി പ്ലാൻ ചെയ്യുന്നു. അവിടെ നമ്മൾ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് 3 സെന്റ് ഭൂമിയിൽ ഒരു വീട്. അപ്പം അത്രയും വരുമോ എന്ന് എനിക്ക് സംശയം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ റോഡുകൾ വരുന്നുണ്ട്, അതിനോടൊപ്പം വാട്ടർ ടാങ്കുകൾ അവിടെ സെറ്റ് ചെയ്യണം. അതായത് എല്ലാവർക്കും വെള്ളം ലഭിക്കണമല്ലോ. അപ്പൊ എവിടെ നിന്ന് വെള്ളം ലഭിക്കും എന്നുള്ളത് ജലലഭ്യതയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ട വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കണം, ഇതിന്റെ പമ്പിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടത്തേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പം കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം, വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു, വീട് വെക്കാൻ ഭൂമി മേടിച്ചു. അപ്പൊ ഈ വീരവാദം മുഴക്കുന്ന ഷാഫി പറമ്പിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, എത്ര ഫാമിലിയാണ് അവിടെ വരുന്നത്, അത് ആരൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടേണ്ടത് അനിവാര്യതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള പേരിലാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഇതുവരെ പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ആവശ്യമാണ്. അതായത് ഈ രേഖകൾ പുറത്തുവിടുക എന്നുള്ളത് ആവശ്യമാണ്. എന്നിട്ട് മതി വീരവാദം മുഴക്കലൊക്കെ, എന്നിട്ട് മതി. ആ തറക്കല്ലിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വസ്തുവിന്റെ ഡോക്യുമെന്റ് ജനങ്ങൾ അറിയണം. ഞങ്ങൾ ഇത്ര കോടി രൂപ കൊടുത്തിട്ടാണ് ഈ വസ്തു മേടിച്ചത്, ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ ഞങ്ങളുടെ ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് പുനരധിവാസ ഫണ്ട് എന്നുള്ള പേരിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഇത്ര കോടി രൂപയുണ്ട്, അതിൽ ഇത്ര കോടി കൊടുത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അവിടെ ഇനി വീട് നിർമ്മിക്കാൻ ഒരു വീടിന് ഇത്ര ലക്ഷം രൂപ എന്നുള്ള നിലയിൽ ഞങ്ങൾ വീട് വെക്കുന്നുണ്ട് എന്നതടക്കം ഇത്ര കുടുംബങ്ങൾക്ക്, ആ കുടുംബങ്ങൾ ആരൊക്കെയാണ് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ പുറത്തേക്ക് വിടണം. മറിച്ച് ഇത് പുറത്തു വിടാതെ ഇങ്ങനെ അടുത്ത ഒരു നമ്മൾ നോക്കിയ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കും. ഈ പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പും ഒക്കെ ഇങ്ങനെ അതിന്റെ മുറ പോലെ നടന്നു പോകും. അപ്പൊ ഈ മുറ പോലെ നടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ ഇവിടെ അപ്പോഴും വയനാട്ടിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മരം മുറിക്കലും ബാക്കി മണ്ണിളക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ ഇതിന് വിശദമായ ഒരു പ്രോജക്റ്റ് ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇതുവരെയായി ഭൂമി മേടിച്ചിട്ടു, പക്ഷെ അവിടെ എങ്ങനെ വീട് വെക്കും, അല്ലെങ്കിൽ ഓരോ വീടിന് ഡിസൈൻ എന്തൊക്കെയാണ്, ആ വീട് എത്ര മുറികൾ അടങ്ങിയതാണ്, അവിടെ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഒരു പ്രോജക്ട് റിപ്പോർട്ട് വേണ്ടേ? അതായത് 3.5 ഏക്കർ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ഈ രീതിയിലാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു ബ്ലൂ പ്രിന്റ് പോലും ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു MOU ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രോജക്റ്റ് ആണ്, ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ്, അതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അവിടെ അപ്പോൾ 1 വർഷം കൊണ്ട് ഞങ്ങളുടെ വീട് ഇങ്ങനെയാണ് എന്ന് കാണിക്കാൻ ഒരു മാതൃകാ വീട് കൂടി ഉണ്ടാക്കിയ ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചർ അല്ല, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അടക്കം ഇന്ന കമ്പനിയുടെ മെറ്റീരിയൽ ആണ് എന്നുള്ള വിശദമായ വിവരം സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പരാതിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണത്. ഇപ്പൊ ഉണ്ടാക്കുന്ന കജാരിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവന്നു, മൾട്ടിനാഷണൽ ബ്രാൻഡിന്റെ ഒരു സാധനമായിരിക്കും ചിലപ്പോൾ മാതൃകാ വീടിനകത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പൈപ്പ് ഫിറ്റിംഗ് ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തിരിക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു സെറേഡയോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ ആയിരിക്കും. അപ്പൊ അത് നോക്കിക്കഴിയുമ്പോൾ അത് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടാം. ഞങ്ങൾക്ക് ലോക്കൽ ബ്രാൻഡ് എടുത്ത് വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു, പറ്റിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ എന്നാണ് നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാരന് പരാതിപ്പെടാൻ പറ്റും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃകാ വീട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ പല മാധ്യമങ്ങളും, എന്തിനേറെ മറുനാടൻ ഷാജൻസ്കറിയ വരെ അവിടെ പോയി വീഡിയോ ചെയ്തു. ഇന്നയൊക്കെയാണ് അതിന്റെ പ്ലിന്ത് വാർക്കുന്ന ഉൾപ്പെടെ, അതിന്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ, അതിന്റെ ബീമുകൾ ഉൾപ്പെടെ, പില്ലറുകൾ ഉൾപ്പെടെ ഇത്ര ബലവത്തായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനും കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മാധ്യമങ്ങളും അതിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപ്പൊ പണി വിലയിരുത്താമല്ലോ എല്ലാവർക്കും. 1500ഓളം വരുന്ന പണിക്കാർ അവിടെ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക വീടുകൾ പൂർത്തിയാക്കാൻ വേണ്ടി. ഫെബ്രുവരിയോട് കൂടി 1ാം ഘട്ട വീടുകൾ കൊടുത്തു തുടങ്ങും സംസ്ഥാന സർക്കാർ. അപ്പൊ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ച് നടപ്പിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതേ ഉത്തരവാദിത്തം കോൺഗ്രസിനും ഉണ്ട്.
ഇവിടെ CPM കുറ്റപ്പെടുത്തുന്നുവെന്നോ CPM ഞങ്ങൾക്കെതിരെ വ്യാജ വാർത്ത ചമയ്ക്കുന്നുവെന്നോ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കോൺഗ്രസ് ഇപ്പൊ ജനങ്ങൾ ചോദിക്കുന്ന കോൺഗ്രസ് എവിടെയാണ് നിങ്ങൾ വീട് വെക്കുന്നത്, അല്ലെങ്കിൽ ആ വീടിന്റെ പ്ലാൻ എന്താണ്? സ്കെച്ചും പ്ലാനും എന്ന് പറയുന്ന ഒരു മിനിമം സാധനം വേണ്ട ഒരു വീട് വെക്കുമ്പോൾ അതെല്ലാം പുറത്തു വിടണമെന്നേ ജനങ്ങൾ അറിയണ്ടേ. ഇപ്പം അതിലേക്ക് വരുന്ന ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു ഗുണഭോക്താവ് ആ വീട്ടിൽ വന്ന് താമസിച്ചാൽ അയാൾക്ക് ഒരു വീട് വെച്ച് കിട്ടിയാൽ അയാളുടെ വീട് ആജീവനാന്ത കാലത്തേക്കാണ് ആ വീട് വരുന്നത്. അല്ലാതെ ഇന്ന് വീട് വെച്ചു കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾക്ക് ആ വീട് പൊളിച്ചു കളഞ്ഞ് വേറെ വീട്ടിലേക്ക് മാറാൻ അയാൾക്ക് പറ്റില്ല. കാര്യം അയാളുടെ ഒന്നുമില്ല, ആ ഗുണഭോക്താവിന്റെ ഒരു ചുക്കുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അധിവസിപ്പിക്കുമ്പോൾ തന്നെയുമല്ല വളരെ ജീവന് വലിയധികം സുരക്ഷിതത്വം കൊടുക്കണം. അവിടെ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടുന്നതിന് തന്നെ വേണ്ടി വരും ഒരുപാട് പൈസ. കാര്യം ആന കടന്ന് ഇവരുടെ ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, വീടുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര സുരക്ഷയോട് കൂടിയുള്ള വീടുകളാണെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ പ്ലാൻ ഉണ്ടോ, ഇതുവരെ പ്ലാൻ കാണിച്ചിട്ടുണ്ടോ, പ്രോജക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ടൗൺഷിപ്പ് ആണെങ്കിൽ ടൗൺഷിപ്പ് തന്നെയുമല്ല ആ 3.5 ഏക്കറിലേക്ക് വീടുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാഹന സൗകര്യം വേണ്ടേ? ഇവർക്ക് ഇപ്പം പ്ലോട്ട് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറെ അധികം ഭൂമി മേടിച്ചിട്ട് ഇപ്പൊ പ്ലോട്ടായിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര സെന്റ് വീതമാണ് അവർക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കണക്കാക്കിക്കൊണ്ട് അവർ ഓരോ പ്ലോട്ടിലേക്കും കടന്നെത്താൻ പറ്റുന്ന രീതിയിൽ 4-wheel ആക്സസ് കൊടുക്കും. അതായത് ഒരു കാറോ മറ്റോ കടന്ന് എല്ലാം പറ്റുന്ന ഒരു വഴി കൊടുക്കും. അതിനുശേഷം അവർ വിൽക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയില്ലാത്ത ഒരു ഭൂമി വിറ്റ് കഴിഞ്ഞാൽ ഇത്രയും ഏരിയയിൽ പല വീടുകൾ വന്നു കഴിയുമ്പോൾ ഇവർ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങേ അറ്റം നിൽക്കുന്ന ഒരാൾക്ക് വഴി പ്രശ്നം ഉണ്ടാവും. വീട്ടിലുള്ളവർക്ക് വഴി പ്രശ്നം ഉണ്ടാവും. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവർക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റില്ല, കാറ് വാങ്ങുകയാണെങ്കിൽ തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ വീടുകളിലേക്കും കാറ് കയറി ചെല്ലുന്ന രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവരുടെ കയ്യിലുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ അത് പുറത്തു വിടേണ്ടതല്ലേ? എത്ര രൂപ മുടങ്ങി എന്നുള്ള കാര്യം ജനങ്ങൾ അറിയണ്ടേ? എത്ര രൂപയ്ക്കാണ് വസ്തു വാങ്ങിയത് എന്ന് അറിയണ്ടേ? അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അതിന്റെ ഡോക്യുമെന്റ് എന്ന് അറിയണ്ടേ? അപ്പൊ ഇതെല്ലാം ജനങ്ങൾ അറിയണം. അപ്പൊ ഇതൊന്നും പറയാതെ വെറുതെ ഒരു എന്താ പറയാ കാടടച്ച് ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ വീട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു, ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു, ഞങ്ങൾ എന്നിട്ട് പറയാണ് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി വിട്ടുതന്നില്ല. സർക്കാരിന്റെ ഇടയിൽ ഒരു പേപ്പർ പോലും കൊടുക്കാത്തവരാണെന്ന് ഇത്. ഞങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമി ആവശ്യമുണ്ട് എന്ന് പറയാണ്ട് ഒരു പേപ്പർ മൂവ് ചെയ്യാത്തവരാണ് ഇവര്. എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് വീട് വേണം, ഞങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്നില്ല എന്ന് പറയുന്നത്. സർക്കാരിന്റെ സഹായം വേണം. റവന്യൂ മന്ത്രി കെ രാജൻ വിശദമായി കൃത്യമായി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒരു പേപ്പർ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. വാക്കാ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയുമല്ല ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചിരുന്നു, വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട്. എന്നിട്ട് ആ യോഗത്തിൽ പോലും ഇവർ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞു ഒരു വീട് വെക്കുന്നതിന് ഇത്ര ലക്ഷം രൂപ, 30 ലക്ഷം രൂപ ഒരു വീടിന് ചിലവാകും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അന്ന് തന്നെ പറഞ്ഞിരുന്നു. 100 വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ഒരു വീടിന് 30 ലക്ഷം രൂപ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്നതും നമ്മൾ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പ് പ്രോജക്റ്റിനകത്ത് വരുന്നതും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്തോളൂ, ആ ഫണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര വീട് വെക്കാൻ പറ്റും, ആ 50, 100 എത്രയാന്ന് വെച്ചാൽ ഈ പറയുന്ന 30 ലക്ഷം എന്നുള്ള ലെവലിൽ ചിലപ്പോൾ അവർക്ക് വെക്കാൻ പറ്റുന്ന 1 കോടിക്കകത്ത് 30 വീടായിരിക്കും. അപ്പം ആ 30 വീടിനുള്ള പൈസ 30 വീട് മാത്രം നിങ്ങൾ വെച്ചാൽ മതി, 50, 100 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് നിങ്ങൾ പോകണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് പോലും ഇങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ഭൂമി വേണം, അങ്ങനെ ഒരു പേപ്പർ അവർ കൊടുത്തിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ പുകമറ സൃഷ്ടിക്കുന്നത്? ആൾക്കാരുടെ മുന്നിൽ ഇപ്പം ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം. കണ്ടോ, കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിച്ച് അവർ 100 വീട് വെക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുത്തു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അപ്പം സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർ വീടിപ്പോ വെച്ച് കാണിക്കും എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യം അതാണ്. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കും. അതിനെ സർക്കാർ വിരുദ്ധത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. അതേസമയം ഇവര് പുറത്തു വിടേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, അതിന്റെ ഡോക്യുമെന്റ് ജനങ്ങൾക്ക് അറിയണം. കാര്യം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഒരു വലിയ വിഭാഗം ഗുണഭോക്താക്കൾക്ക്, ഏകദേശം 100ഓളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വിടണം. ഈ വസ്തു മേടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ് പുറത്തേക്ക് വിടണം. ഇവർക്കിനി എന്തെങ്കിലും പ്രോജക്റ്റായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തേക്ക് വിടണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവർ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് ചെലവായിട്ടുള്ള ഫണ്ട് എത്രയാണ്, തുക എത്രയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറായേ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ഇവരിനി പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നതായി അഭിനയിച്ചിരുന്നാലും ശരി, അവര് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നും അതിനകത്തൊരു ഈ പറയുന്ന പോലെ ഒതന്റിസിറ്റി ഇല്ല എന്നും ഒരു ആധികാരികത ഇല്ല എന്നും നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്.